ഹലോ, വെൽക്കം ടു നിഷാസ് വ്ലോഗ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡെയിലി വ്ളോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ പോലെയാണ്. അപ്പോൾ രാവിലത്തെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊന്നും പറയാൻ പറ്റില്ല. മോൾ സ്കൂളിൽ പോയിട്ടാണ് രാവിലെ. അപ്പോൾ അവൾക്ക് ക്യാരറ്റ് ഉപ്പേരി വെച്ച് കൊടുത്തു. പിന്നെ കറി വെച്ചിട്ടില്ല, ഉച്ചയ്ക്കുള്ള കറി വെക്കാൻ പരിപാടിയിലാണ്. ഞാനിപ്പോൾ സാമ്പാറാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ പരിപ്പും തക്കാളിയും കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കുമ്പളങ്ങയും പിന്നെ അതാ ഒരു മുരിങ്ങക്കായ ഉണ്ട്, ഒരു പടവലങ്ങ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് നമ്മളിന്ന് വെക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ തേങ്ങ അരയ്ക്കാൻ വേണ്ടിയെന്ന് ആലോചിക്കട്ടെ. ചിലപ്പോൾ തേങ്ങ അരയ്ക്കും, ചിലപ്പോൾ അരയ്ക്കില്ല, അങ്ങനെ കേട്ടോ. അപ്പോൾ രാവിലെ ഉപ്പേരി വെച്ചത് ക്യാരറ്റ് ഉപ്പേരി അതുണ്ട്. പിന്നെ ഈ സാമ്പാറും വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇന്ന് നല്ലൊരു തണുപ്പുള്ള ദിവസമായതുകൊണ്ട് കുളിയൊന്നും നടന്നിട്ടില്ല കേട്ടോ. നല്ല മഴ പെയ്യുന്നുണ്ട്. എന്തായാലും ഞാൻ ഈ കറിയൊക്കെ വെച്ച ശേഷം കുളിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഷോപ്പൊക്കെ തുറന്നു കേട്ടോ. ഷോപ്പൊക്കെ നേരത്തെ തുറന്നു, ആ പണിയൊക്കെ കഴിഞ്ഞു. പക്ഷെ ഇപ്പം മഴയായതുകൊണ്ട് കാര്യമായിട്ട് തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഷോപ്പിൽ. മഴ സമയത്തൊക്കെ നമുക്ക് ബിസിനസ്സൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ. മഴ സമയത്ത് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ആൾക്കാർ കുറവാണ് വരുന്നത്. പിന്നെ ചെടിച്ചട്ടി ആ സംഭവങ്ങളൊക്കെയാണ് മഴക്കാലത്ത് പോകണത് കേട്ടോ. അപ്പോൾ അത് വാങ്ങിക്കാൻ ഇപ്പോൾ മഴയായതുകൊണ്ട് ഞങ്ങൾക്ക് വരാനും വാങ്ങിക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പം മഴ കുറച്ച് നിന്നാൽ ഒരു ഗ്യാപ്പ് കിട്ടിയാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കസ്റ്റമറൊക്കെ വരുള്ളൂ കേട്ടോ ഷോപ്പിൽ. അപ്പോൾ ഷോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ കണ്ണം ചേച്ചി ഷോപ്പിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കറി വെച്ച് കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആരെങ്കിലും വന്നാൽ അവിടെ ഒരാൾ വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ആരെങ്കിലും വന്നാൽ എന്നെ വിളിക്കും. അപ്പോൾ ഞാൻ പോകണം കേട്ടോ സാധനങ്ങൾ എടുത്ത് കൊടുക്കാനൊക്കെ. അപ്പോൾ ആ സമയത്ത് വേഗം ഞാൻ കറിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ പടവലങ്ങ വന്നിട്ട് അന്ന് വാങ്ങിച്ചത് ഒരു ബാക്കി കേട്ടോ, ചെറിയ കഷ്ണങ്ങൾ. അപ്പോൾ അതിന് കുറച്ച് ഉണങ്ങിയ പോലെയായി. പിന്നെ എടുത്ത് വെച്ചാൽ നന്നായിട്ടില്ല പറഞ്ഞിട്ട് ഞാൻ സാമ്പാറിൽ ഇടുകയാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ സാമ്പാറിൽ ഈ പടവലങ്ങ ഇടാറില്ല. അതിന് ചെറിയ കഷ്ണമല്ലേ ഉള്ളൂ, ഇനി വെറുതെ കേട് വെച്ച് കളയണ്ട പറഞ്ഞിട്ട് അത് ഞാൻ സാമ്പാറിൽ ഇടുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഞാനൊരു ടിപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, എന്താ പറയുക, മുഖം നല്ല കളറൊക്കെ വയ്ക്കുന്നത് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് റിസൾട്ട് നല്ല സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എല്ലാവരും വീഡിയോ കണ്ടില്ലെങ്കിൽ ഒന്ന് കാണണം കേട്ടോ, കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ സാമ്പാറൊക്കെ ഒന്ന് വെക്കട്ടെ കേട്ടോ. പിന്നെ നമുക്ക് അടുത്ത വിശേഷങ്ങളിലേക്ക് പോവാം. എന്തായാലും ഞാൻ അത് വെച്ചിട്ട് വരാം. അപ്പോൾ അതാ പരിപ്പും തക്കാളിയും നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കഷ്ണങ്ങളൊക്കെ അതാ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, അതുപോലെ മഞ്ഞൾപ്പൊടി, അങ്ങനെ ഒരു കഷ്ണം കായൊക്കെ ഇടാം കേട്ടോ. ഞാൻ സാമ്പാർ പൊടി ഒന്നും ഇടുന്നില്ല. അപ്പോൾ കായ ഒരു കഷ്ണം ഇടുന്നുണ്ട്. അതെല്ലാം കൂടി കുക്കറിൽ ഒരു 2 വിസിൽ കേട്ടോ, 2 വിസിൽ വെച്ചാൽ മതി. അപ്പോൾ ഞാൻ അതൊന്ന് 2 വിസിൽ വെക്കട്ടെ കേട്ടോ. ഉപ്പും മുളകും എല്ലാം ഇടാം അതിൻ്റെ കൂടെ. അപ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ഒരു കഷ്ണം കായ ഇട്ടുണ്ട് കേട്ടോ. പിന്നെ നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് കുക്കറിലിട്ടൊന്ന് നന്നായി വേവിച്ചെടുക്കാം. നന്നായി വേവിക്കേണ്ട കേട്ടോ, ഒരു 2 വിസിൽ മതി കേട്ടോ. അല്ലെങ്കിൽ മുരിങ്ങക്കായ എല്ലാം അങ്ങോട്ട് ഉടഞ്ഞു പോവും. അപ്പോൾ 2 വിസിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ കുക്കറിൽ വെച്ചു കേട്ടോ. 2 വിസിൽ വന്നു, ഓഫാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ അതാ സാമ്പാർ ഞാൻ കുറച്ച് തേങ്ങ എടുത്തു കേട്ടോ. തേങ്ങ എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ കുറച്ച് തേങ്ങ എടുത്തു, കുറച്ച് തേങ്ങയും പുളിയും കൂടി അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ എയർ പോയ ശേഷം നമുക്കിത് കറി വയ്ക്കാം. അപ്പോഴേക്കും ഞാൻ എന്തായാലും പോയി കുളിച്ചിട്ട് വരാൻ വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ പോയി കുളിച്ചിട്ട് വരാം. അപ്പോൾ ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. അപ്പം ഞാനിന്ന് സാരിയൊക്കെ എടുത്ത് റെഡി ആയിരിക്കുകയാണ്. ഒരു സ്ഥലം വരെ പോകാനുണ്ട് കേട്ടോ. എവിടേക്കാന്ന് വെച്ചാൽ അക്ഷയ വരെ ഒന്ന് പോകണമായിരുന്നു. മോളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്താ പറയുക തിരുത്താൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏട്ടൻ്റെ പേര് സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നേ. അപ്പോൾ അത് തിരുത്താൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി ഞാനിപ്പോൾ പോകണം. അപ്പോൾ ഈ കറി വെച്ചിട്ട് പോകാൻ വിചാരിച്ചു. അപ്പോൾ എന്തായാലും അതാണ് റെഡിയായി സാരി കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടാവും, നോക്കാം കേട്ടോ. തേങ്ങയും കൂടി ഒഴിച്ചാൽ കറി റെഡിയായി. അപ്പോൾ അത് നന്നായി വെന്തിട്ടില്ല. അപ്പം ഞാൻ എന്തായാലും പുളി തേങ്ങ വെച്ചിട്ട് ഒന്നുകൂടി വേവിക്കണമല്ലോ. അപ്പോൾ നമുക്കിതാ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും പുളിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. മോൾക്ക് സ്കോളർഷിപ്പിന് റെഡിയാക്കാൻ വേണ്ടി സ്കൂളിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബർത്ത് സർട്ടിഫിക്കറ്റ്. അപ്പോൾ അത് കൊടുക്കുന്ന സമയത്താണ് ഏട്ടൻ്റെ പേര് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ളത് നമുക്ക് മനസ്സിലായതിട്ടാണ് ടീച്ചർ പറഞ്ഞത്. അപ്പോൾ ഞാനത് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഷൊർണൂരാണ് കേട്ടോ. അവിടെ നിന്നാണ് എൻ്റെ മോളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തത്. അപ്പോൾ അവിടേക്ക് വിളിച്ച് പറഞ്ഞു, ഓൺലൈനായി അപേക്ഷിച്ചു. പിന്നെ ഇപ്പോൾ 10 ദിവസം ആവാനായി, 10 ദിവസം ആവും പറഞ്ഞു. അത് വിളിച്ച് വെച്ചപ്പോൾ വന്നിട്ടുണ്ട് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ വാങ്ങിക്കാൻ വേണ്ടി പോകണം. അത് മോൾക്ക് നാളെ സ്കൂളിൽ കൊടുത്തയക്കേണ്ടതാണ്. അപ്പോൾ എന്തായാലും ഇന്ന് തന്നെ പോകണം. ഇതായിട്ട് വേണം പോകാനായിട്ട്.
അപ്പോൾ നമ്മുടെ സാമ്പാറൊക്കെ അത് റെഡി ആവുന്നുണ്ട് കേട്ടോ. ഇനി 2-3 തിള വന്നാൽ നമ്മുടെ സാമ്പാർ റെഡിയായി. ഇനി ഇതൊന്ന് കടുക്ക് വറുത്ത ശേഷം ഞാൻ പോയി അതൊക്കെ ഒന്ന് വാങ്ങിയിട്ട് വരാം കേട്ടോ. ഹലോ, അപ്പോൾ ഞാനിതാ കാറിൽ എവിടേക്കോ പോയിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കണ്ടാവില്ലേ? എവിടേക്കും ഇല്ല കേട്ടോ. ഞാൻ അക്ഷയയിൽ പോയി വന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അക്ഷയയിൽ പോകണം പറഞ്ഞിട്ട്. അക്ഷയയിൽ പോയി. പിന്നെ അങ്ങനെ ബാങ്കിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു കേട്ടോ. മോളുടെ പാസ്ബുക്ക് ഒന്ന് ശരിയാക്കാനുണ്ടായിരുന്നു. അങ്ങനെ പാസ്ബുക്കൊക്കെ ശരിയാക്കി പിന്നെ വന്നു. പിന്നെ കുറച്ച് നേരം ഉറങ്ങി എണീച്ചു കേട്ടോ. അതാണ് മകൾക്ക് എന്തൊരു ക്ഷീണം പോലെയില്ലേ കണ്ണൊക്കെ. അപ്പോൾ കുറച്ച് നേരം ഉറങ്ങി എണീച്ചു. പിന്നെ വീഡിയോ എടുക്കണ്ടേ, അപ്പോൾ ഞാൻ പോയ കാര്യങ്ങളും വിശേഷങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പോൾ അതൊക്കെ പറയാൻ പറഞ്ഞിട്ട് ജസ്റ്റ് കാറിൽ വന്നിരുന്നതാണ് കേട്ടോ. എന്തോ നോക്കാൻ വേണ്ടിയിട്ട് ഒരു കടലാസ് എന്താ പറയുക, ഇൻഷുറൻസിൻ്റെ കടലാസ് വെക്കാൻ വേണ്ടി കാറിൽ കയറിയതാണ്. അപ്പോൾ എന്തായാലും കാറിലിരുന്നിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നതാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, എവിടേക്കും പോകണമെന്നില്ല. അപ്പോൾ ചുമ്മാ അവിടെ ഇരുന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം 5 മണിയായിട്ടോ. മോള് വന്നിട്ടില്ല. അവൾക്കിന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാവിലെ പോകുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്, അപ്പോൾ 5 മണിക്ക് വിടുള്ളൂ. അപ്പോൾ എത്തുമ്പോൾ എന്തായാലും 5:30 ആവുമെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോൾ ഇനി വരാൻ സമയമുണ്ട്, 5:30 ആവും. ആൾക്കാരെ വന്നിട്ടില്ല കേട്ടോ, 5 മണി കഴിയും. വന്നിട്ട് ചായ കുടിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. വൈകുന്നേരമായി ഒരു ചായ കുടിച്ചാലേ ഒരു ഉഷാറാവുള്ളൂ. പിന്നെ കുറച്ച് പണികളൊക്കെ ഉണ്ട്, അടിച്ചു വരണം, ആ പണികളൊക്കെ ഉണ്ട്. അപ്പോൾ ചായ കുടിച്ചിട്ട് ചെയ്യാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ബാങ്കിൽ പോയി വന്നു. പിന്നെ ഉച്ചയ്ക്ക് വന്നിട്ട് പിന്നെ 2ാം പ്രാവശ്യം പോയതാണ് കേട്ടോ. അങ്ങനെ 2 പ്രാവശ്യം ഞാൻ എന്താ പറയുക, അങ്ങനെ 2 പ്രാവശ്യം ഞാൻ ബാങ്കിൽ പോയി. ഓട്ടോയിൽ തന്നെ പോയത്, നടന്നൊന്നുമല്ല, എന്നാലും ടയേർഡായി അങ്ങനെ. അപ്പോൾ ഇതാ പാൽക്കാരൻ വരാനുള്ള സമയമായിട്ടുണ്ട്. ഞാൻ പോയി പാലൊക്കെ വന്നു. ചായ വെക്കാനായിട്ട് പാൽ വെച്ചിട്ടുണ്ട്. പിന്നെ സാമ്പാർ ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് ചൂടാക്കി വെക്കാനായിട്ട്. ചിലപ്പോൾ കേട് വന്നാലോ പറഞ്ഞിട്ട് ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മോള് വന്നിട്ടില്ല കേട്ടോ. ഇനി മോള് വന്നിട്ട് അവൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അവൾക്ക് ഇഡ്ഡലിയാണ് ഇഷ്ടം. ഇപ്പോൾ സാമ്പാറുണ്ടല്ലോ, അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചിട്ടാണ്. പിന്നെ അവൾ ചായ ഒന്നും കുടിക്കില്ല കേട്ടോ, ചായ കുടിക്കില്ല. അതുകൊണ്ട് തന്നെ വന്നത് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണം. ഇഡ്ഡലിയും പിന്നെ സാമ്പാറുണ്ടല്ലോ, അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇഡ്ഡലിയും സാമ്പാറും. അപ്പോൾ വന്നിട്ട് അത് ഉണ്ടാക്കി കൊടുക്കണം. ഞാൻ പാല് വാങ്ങിക്കേണ്ട വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് ഫോൺ ഒരു ഭാഗത്ത് വെച്ചായിരുന്നു കേട്ടോ. ഒരു ഭാഗത്ത് നല്ല മതിലിൻ്റെ കുറച്ച് മേലെ വെച്ചായിരുന്നു. ഫോൺ അങ്ങനെ താഴെ വീഴും കേട്ടോ. താഴെ വീണ് സ്ക്രീൻ ഗാർഡ് പൊട്ടിയിട്ടുണ്ട്. ഇനി വേറെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ആയിട്ടുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും ഫോണിനൊരു പണി കിട്ടിയിട്ടോ. പാലൊക്കെ വന്നു കേട്ടോ, പാല് വന്നു. അപ്പം ഞാൻ ചായ വെക്കാനായിട്ട് ഇതാ പാല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ രാവിലെ നമ്മൾ വെച്ച സാമ്പാറാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് വൈകുന്നേരം എപ്പോഴും ചൂടാക്കി വെക്കും. ബാക്കി കറിയും ചൂടാക്കി വെക്കും. അപ്പോൾ ഇതാ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി മോള് വന്നിട്ടില്ല കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന്. അപ്പോൾ മോള് വന്നിട്ടില്ല. അവൾ വന്നിട്ട് അവൾക്ക് എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കി കൊടുക്കണം. ഇഡ്ഡലിയാണ് കേട്ടോ, അവൾക്ക് ഭയങ്കര ഇഷ്ടം ഇഡ്ഡലിയാണ്. അപ്പോൾ സാമ്പാറുണ്ട്, അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറും കൂടി ഉണ്ടാക്കി കൊടുക്കണം. അതാ മോട്ടർ ഇട്ടുണ്ടായിരുന്നു കേട്ടോ, വെള്ളം നിറഞ്ഞു ഓഫായിട്ട് വരാം. മോട്ടർ തിരിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ 2 നേരം ഞാൻ മോട്ടർ ഇട്ടു, രാവിലെ വൈകുന്നേരം ഇടും. അപ്പോൾ വൈകുന്നേരം ഇട്ടപ്പോൾ വെള്ളം നിറഞ്ഞു, ആദ്യത്തെ തിളക്കുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചായ ഉണ്ടാക്കാം. ചായക്ക് കടിന് റസ്ക് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ റസ്ക്കും ചായയും കൂടി കഴിച്ചിട്ട് വരാം. പിന്നെ ഇതൊരു കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനും മോളും കൂടി കേക്കൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതാ കണംചി ചായ കുടിക്കുന്നുണ്ട്. മോള് പിന്നെ എന്താ കഴിക്കണം, ഇഡ്ഡലിയാണ് കേട്ടോ. അവൾ വൈകുന്നേരം വന്നിട്ട് വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കി കൊടുത്തു. പിന്നെ അതാ രാത്രിയാണ് കേട്ടോ പിന്നെ ഞാൻ വീഡിയോ എടുത്തേ. അപ്പോൾ ഞാൻ ഷോപ്പൊക്കെ അടച്ചു വന്നു കേട്ടോ, സമയമായി. പിന്നെ നല്ല മഴയുണ്ടായിരുന്നു, അതുകൊണ്ട് വീഡിയോ ഒന്നും ഇടയിൽ എടുത്തില്ല കേട്ടോ. അപ്പോൾ കടയൊക്കെ അടച്ചു വന്ന് ഞാനിന്നിപ്പോൾ കഴിക്കാൻ റെഡിയായിട്ട് രാവിലത്തൊക്കെ കൊണ്ടുവന്നു. ഒന്ന് സാമ്പാറും ചോറുമാണ് കേട്ടോ. പിന്നെ ക്യാരറ്റ് ഉപ്പേരി ഉച്ചയ്ക്ക് തന്നെ കഴിഞ്ഞു കേട്ടോ, അപ്പോൾ അതില്ല. പിന്നെ ഞാൻ ഈ ഉള്ളിയും പച്ചമുളകും പൊടി ഇട്ടിട്ട് ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് വെറുതെ ഒന്ന് ചമ്മന്തി പോലെ. അപ്പോൾ അതാണ് രാത്രി നമുക്കിന്ന് കഴിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ മോൾക്ക് മരുന്നൊക്കെ കൊടുത്തു. അവൾക്ക് ചെറിയൊരു ഗ്യാസ് ചെറിയ പ്രശ്നമുണ്ട്, വയറൊക്കെ എന്തോ പോലെ, ഭക്ഷണം കഴിക്കുമ്പോൾ ഓക്കാനോ വരണ പോലെ അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ അവള് മരുന്ന് കഴിച്ചു. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം മരുന്ന് കൊടുക്കാൻ. അപ്പോൾ ഞാൻ കഴിച്ചു വരുമ്പോഴേക്കും സമയം, അപ്പോൾ അവൾക്ക് ഭക്ഷണം കൊടുക്കാമല്ലോ വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വിശേഷങ്ങൾ ഇത്രയും നേരം കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും ടാറ്റാ.